അസ്സലാമലൈക്കും. ഐഷൂസ് വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന വീഡിയോ ഒറിജിനൽ കൂവപ്പൊടി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കണമെന്നാണ് കേട്ടോ. അതിനായിട്ട് ചളിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള കൂവയാണ് ഈ കാണുന്നത്. ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിലാണ് ഇത് എന്താ കൂവൻ്റെ തള്ളാന്നറിയും ഇവിടെയൊക്കെ. ഇതുണ്ടെങ്കിലാണ് കൂടുതൽ പൊടിയൊക്കെ കിട്ടുക. വിത്തിന് കുറവായിരിക്കും. അതായത് ഇതുപോലെ നല്ല നീല കളറുണ്ടോ, നല്ല വാസനയൊക്കെ കഴിക്കാം. ഇതാണ് ശരിക്കും കൂവ. അപ്പോൾ ഇങ്ങനത്തത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൊടി കിട്ടുള്ളൂ. ഇങ്ങനെ ഇതൊക്കെ വിത്താണ്. വിത്തിൽ വെട്ടയിലാകുമ്പോൾ പൊടിയൊക്കെ വളരെ കുറവായിരിക്കും എന്നാണ് പറയല്. എൻ്റെ അടുത്ത് കൂടുതലും വിത്താട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ മിക്സിയിലൊക്കെ ഇട്ടെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇതാണ് പെട്ടെന്ന് അരയും കേട്ടോ. വലിയ പ്രയാസമൊന്നുമില്ല ഇത് അരച്ചെടുക്കാൻ. അങ്ങനെ നമുക്ക് മുഴുവൻ ഇത് അരച്ചെടുക്കണം. അങ്ങനെ മുഴുവൻ കൂവി നമ്മൾ അരച്ചെടുത്തൊരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചാണ്. ഇനി ഇതിന്ന് എങ്ങനെയാണ് പൊടി എടുക്കണമെന്നുള്ളത് ഒന്ന് കാണിക്കാം കേട്ടോ. അതിനായിട്ട് വലിയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് നല്ല വൃത്തിയിലെ തുണിയോ തോർത്തുകൊണ്ട് വെച്ച് കെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചെന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൈ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ വെള്ളമൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ അങ്ങനെ ഇളക്കി പിഴിയുക. ഇത് ആദ്യം ഇങ്ങനെ കേട്ടോ. ആദ്യമൊക്കെ ചെയ്യുക പറഞ്ഞാൽ ആർക്കേജിൻ്റെ ടിന്നിൽ ഹോൾസൊക്കെ ഇട്ട് ഓരോരുത്തർ ഇങ്ങനെ എടുക്കേണ്ടിനി. ഇവിടുത്തെ അമ്മയൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പോൾ മിക്സിയിലായപ്പോൾ കുറച്ച് എളുപ്പമായി. അങ്ങനെ മുഴുവൻ നമുക്ക് ഇത് കുറച്ച് നേരം നിന്ന് ഇങ്ങനെ ചെയ്യേണ്ടി പണി എടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവനും ഇത് പോകണം പിഴിഞ്ഞിട്ടെടുക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. കണ്ടതിന് ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരും വേണം. പിന്നെ ആ ബെല്ലൈക്കണും അമർത്തി വേണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ പിന്നെ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മുഴുവനും പിഴിഞ്ഞിട്ട് ഊറാൻ വേണ്ടി വെക്കാം. അങ്ങനെ അത് ഊറാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇത് അങ്ങനെ ഊറി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഊറാൻ വേണ്ടി വെച്ചതാണ്. ഇത് പോകണം ഒരു 5-6 പ്രാവശ്യം ചെയ്യണം. എന്നെങ്കിലേ ഇത് നമുക്ക് അതിൻ്റെ കയ്പ്പൊക്കെ പോകുള്ളൂ. ഒരു കയ്പ്പുണ്ടാവും ഇതിൻ്റെ. അത് കയ്പ്പ് പോകണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് വെള്ളത്തിൽ കലക്കിയിട്ട് ഊറാൻ വേണ്ടി വെക്കണം. അത് പോകണം ഒരു 5-6 പ്രാവശ്യമൊക്കെ ചെയ്യണം. എന്നെങ്കിലേ അതിൻ്റെ ഇതൊക്കെ പോയിട്ട് നന്നായി തെളിഞ്ഞ് വരുള്ളൂ. ഇതങ്ങനെ ലാസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല തെളിഞ്ഞ് വന്നതാട്ടോ. എൻ്റെ ഊറി കിടക്കുന്നുണ്ടല്ലോ, നല്ല വെള്ള പൊടി കാണില്ലേ, അതങ്ങനെ ഊറി വന്നതാണ്. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല വെയിലത്തോണ്ടിട്ട് ഉണക്കാൻ വെക്കണം. നല്ല വെയിലുള്ള സമയത്താണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഈ പാത്രത്തിൽ തന്നെ കൊണ്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് 3-4 ദിവസമൊക്കെ ഉണ്ട് ഉണക്കണം. എന്നെങ്കിൽ നമുക്കിത് കൂടുതൽ കാലം അങ്ങനെ കേടാവാതിരിക്കുള്ളൂ. വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് പൂപ്പൽ വരുമല്ലോ. നമുക്കിത് കൊണ്ടുപോയിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കാൻ വെക്കാം. ഇതങ്ങനെ ഉണക്കി കിട്ടിയ പൊടിയാണ് കേട്ടോ. 4 ദിവസം നന്നായിട്ട് ഉണക്കിയാണ്. ഇത് നമുക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. ഈ പൊടീൻ്റെ കുറേ കട്ടകൾ. ആ കട്ടയൊക്കെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നല്ലൊരു കുപ്പിയിലിട്ടിട്ട് സൂക്ഷിക്കാം. ഇതങ്ങനെ പൊടിച്ച് കുപ്പിയിലാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല ഒറിജിനലായിട്ടുള്ള നല്ല പ്യുവർ കൂവപ്പൊടി കിട്ടിയിട്ടോ. എത്ര കുറച്ചാലും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ചെയ്യാവുമ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് ഉപയോഗിക്കാം. ഒരു മായമൊന്നും ഇല്ലാത്തതാണല്ലോ. പിന്നെ അതുമല്ല നമ്മൾ വീട്ടിലൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു സംഗതിയൊക്കെ ചെയ്തുണ്ടാക്കി കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്ക് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന കാര്യമാകുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഫലം കിട്ടുക എന്നത് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം. എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കും വേണം. ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതിട്ടാരും.